Hi all, welcome to Competitive Cracker. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ 1-2 വീഡിയോയിലായിട്ട് നമ്മൾ ഈ പറയുന്ന 10th പ്രിലിംസ് എക്സാമിന്റെ ആ ഒരു കോമ്പറ്റീഷനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സീരീസിലെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന 10th പ്രിലിംസിലെ സ്റ്റഡി പ്ലാൻ പറഞ്ഞ സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു 10th പ്രിലിംസിൽ അതിന് ഇംഗ്ലീഷ് മലയാളം ഒക്കെ ഉണ്ടോ എന്നുള്ള രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അത് നമുക്കറിയാം, നമ്മളൊരു എക്സാമിന് പഠിച്ചു പോകുന്ന സമയത്ത് നമ്മൾ പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ എത്തുക, മെയിൻസ് ക്ലിയർ ചെയ്യുക, റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ സ്റ്റഡി പ്ലാൻ നമ്മൾ എത്ര പഠിക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റഡി പ്ലാനിൽ ആ ഒരു ഇംഗ്ലീഷും മലയാളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇവിടെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 10th പ്രിലിംസ് നമുക്കറിയാം, ഈ ഒരു എക്സാമുകൾ നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി എന്താണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആദ്യം തന്നെ ഈ ഒരു എക്സാമിന്റെ കോമ്പറ്റീഷനെ കുറിച്ച് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പല തവണയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എക്സാമിന്റെ കോമ്പറ്റീഷൻ ലെവൽ എവിടെ വരെ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം അല്ലേ. അത് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഈ ഒരു PSC എക്സാമിന് പഠിക്കുന്ന സീരിയസ് ആയിട്ടും അല്ലാതെയും ഒക്കെ പഠിച്ചു തുടങ്ങുന്നവരും ഒരുപാട് കാലമായിട്ട് പഠിക്കുന്നവരും എല്ലാവരും എഴുതുന്ന ഒരു എക്സാമാണ് ഈ പറയുന്ന 10th പ്രിലിംസ്, അല്ലെങ്കിൽ ഇനിയുള്ള എക്സാമുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതിന്റെ ഒരു കോമ്പറ്റീഷൻ എത്രമാത്രം ഉണ്ടാവും എന്നുള്ള കാര്യം പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ അല്ലെ. എല്ലാവരും എഴുതുന്ന ഒരു എക്സാം ആകുമ്പോൾ അതിനനുസരിച്ച് വരുന്ന കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് കൊണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിലാണെങ്കിലും അതല്ല ഈ പറയുന്ന ആ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ആളുകളിൽ പലതരത്തിലുള്ള വ്യത്യസ്ത കാറ്റഗറിയിൽ പെട്ട ആളുകൾ, ഒരുപാട് കാലം ഈ ഒരു വഴക്കമായിട്ടുള്ള ആളുകളും ഒക്കെ ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഈ ഒരു സീരീസിൽ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അത്രമാത്രം ഉണ്ടാവും എന്നുള്ള ആ ഒരു കാര്യം എപ്പോഴും ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനുമായിട്ട് അല്ലെങ്കിൽ എക്സാമുമായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പ്രിപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, പലർക്കുള്ളൊരു ഡൗട്ടാണ് എക്സാം അത്രമാത്രം കട്ടിയായിരിക്കോ, ടഫ് ഉണ്ടായിരിക്കോ എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഇത്രയും കോമ്പറ്റീഷനും കാര്യങ്ങളും വരുന്ന സമയത്ത് എക്സാം എന്ന് പറയുമ്പോൾ 10th പ്രിലിംസ് നമുക്കറിയാം അത്യാവശ്യം നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനായിട്ട് അത്ര ലെവലിലൊരു ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഈ എക്സാമിന്റെ ഈ ഒരു കോമ്പറ്റീഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു 70+ എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. കാരണം എന്താ, കോമ്പറ്റീഷൻ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഈ കോമ്പറ്റീഷനിലാണെങ്കിലും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ മറികടന്നുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രിലിംസും മെയിൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് വേണ്ട. അപ്പൊ ഇവിടെ ഈ പറയുന്ന എക്സാമിന്റെ ഒരു ടഫ്നെസ് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എങ്കിലും അവിടെ ഒരു 70+ മാർക്ക് അവിടെ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനെന്താണ് ഇനി ചെയ്യേണ്ടത് എന്നാണ് നമുക്ക്, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ടൈമും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിച്ചു പോവുക എന്നുള്ള ഒരു കാര്യമാണ് ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഈ ഒരു എക്സാം ടഫ്നെസ്സിനെ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ റീസെന്റ് നടക്കുന്ന എക്സാമിന്റെ ട്രെൻഡ്, PSC എക്സാമിന്റെ ഒരു ട്രെൻഡ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ള ഒരു 4-5 മാസങ്ങൾ മുന്നേ വരെ നടന്നിട്ടുള്ള PSC എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് എക്സാമിന്റെ ട്രെൻഡ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ, അതല്ല അത്യാവശ്യം ഈ ഒരു PSC എക്സാമുമായിട്ടും ഒക്കെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന അറിയുന്ന ആളുകളാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക് പറയുമ്പോൾ, ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന നിങ്ങൾക്ക് ഏരിയ, കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. അങ്ങനെ ഒരു 5-6 മാസം മുന്നേ വരെ നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്തുകൊണ്ട് എങ്ങനെയാണ് PSC ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന ഏരിയ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന ഏരിയയിൽ തന്നെ
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് ഏതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് PSCയുടെ എക്സാം പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, എക്സാം ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നതും ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രിലിംസ് ഉണ്ട്, നമുക്ക് മെയിൻസ് ഉണ്ട്. ഇതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മളെ കൂടുതലായിട്ട് അല്ലെങ്കിൽ നമ്മളെക്കാൾ മുന്നേ ഓടി തുടങ്ങിയവരുടെ ഒപ്പം നമുക്ക് എത്തണം, അല്ലെങ്കിൽ അവരെക്കാൾ ഒരു മുൻപന്തിയിൽ നമുക്ക് എത്തണം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് എക്സാം ട്രെൻഡുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ പറയുന്ന ഒരു ടൈമിന് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം പല മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും. ചിലവർ 4 മണിക്കൂർ, ചിലവർ 5, 6 മണിക്കൂർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ കിട്ടുന്ന സമയങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളും നിങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് കാലമായിട്ട് ഈ ഒരു PSC എക്സാമിന് പിന്നാലെ നടക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പൊ പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മുന്നേ തുടങ്ങിയ ആളെ എന്താണ് ഒന്ന് മറികടന്ന് മുന്നോട്ട് എത്തുക എന്നുള്ളത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എത്ര സമയം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുമോ അത്രയും സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടത്. അവിടെ തന്നെ നിങ്ങൾക്കിപ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊരു എക്സാം എഴുതി നോക്കുന്ന സമയത്ത് ഒരു 60 above നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുകയല്ല വേണ്ടത്. കോൺഫിഡൻസ് വേണം, ചെയ്യാൻ പറ്റും, ഇതേ കൂടുതൽ മാർക്ക് ഇനി എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ള നെക്സ്റ്റ് ലെവലാണ് നിങ്ങൾ ഇനി നോക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഓടി തുടങ്ങിയവരാണെങ്കിലും മുന്നേ ഓടി തുടങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിലും ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന ടൈം അത്യാവശ്യം രീതിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അതല്ല വീട്ടമ്മമാരായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, അതല്ല സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനായിട്ട് മാത്രം ഇരിക്കുന്ന PSC എക്സാം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിയിൽ എത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് മാത്രം പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുന്ന പല ടൈപ്പ് ഓഫ് ആളുകളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഓരോ ലെവലിലുള്ള ആളുകളെയും നമ്മൾ നോക്കുമ്പോൾ ഓരോ ലെവലിലായിരിക്കും അവരുടെ ഓരോ പഠനങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഇവരെ എല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ അവരേക്കാൾ മുന്നിൽ എത്തണം എന്നുള്ള ഒരു കാര്യമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ പഠിച്ചു പോയാൽ മാത്രം പോരാ, കൃത്യമായ രീതിയിൽ റിവിഷനും ചെയ്തു പോകണം എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യമാണ്. നമ്മൾ ഒരുപാട് പഠിച്ചു വെച്ചിട്ട് കാര്യമല്ല, കൃത്യമായ രീതിയിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതിൻ്റെ പ്രോപ്പർ റിവിഷൻ കൊണ്ടുപോവുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഫുൾ ബുക്ക് നിങ്ങളുടെ കയ്യിൽ തന്നു, നിങ്ങളൊരു ഫുൾ ഗൈഡ് നിങ്ങൾ എന്ത് ചെയ്തു പഠിച്ചു തീർത്തു എന്നുള്ളതാണ്. പക്ഷേ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടെ ശ്രദ്ധിക്കുക. പ്രോപ്പർ റിവിഷൻ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ചെറിയൊരു ഏരിയയാണ്, ചെറിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ആ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ പ്രോപ്പർ റിവിഷൻ ഉള്ള ടൈം കൂടെ അവിടെ വെച്ചുകൊണ്ട് പഠിച്ചു മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ ഇവിടെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 70 above മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന ലെവലിൽ എത്തുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ചിലപ്പോൾ നമ്മളെക്കാൾ നന്നായിട്ട് പഠിക്കുന്ന, നമ്മളെക്കാൾ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുന്ന, പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഒരു 80 മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 85 അവിടെ എത്തുക, 82 എത്തുക എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പറഞ്ഞു എക്സാം അത്യാവശ്യം ഒരു വലിയ ടഫ് ലെവലിലോട്ടൊന്നും എത്താനായിട്ട് സാധ്യതയില്ല. പക്ഷെ എങ്ങാനും ഒരു 10 മാർക്ക് 10 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പിന്നിലോട്ടായി പോവരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു 80 above തന്നെ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷനും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും നമ്മൾ ഇതിന്റെ കോഴ്സുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ റിവിഷന്, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ്, ഇതെല്ലാമോടും കൂടിയിട്ട് അതുപോലെ തന്നെ മെന്റർഷിപ്പ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ചും കാര്യങ്ങൾക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വയറീസ് കാര്യങ്ങൾ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസ് നമ്മൾ ഇവിടെ തീരുന്ന
വരുന്നില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോവേണ്ട പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.